അങ്ങനെ 2 മാസത്തെ വെക്കേഷൻ തീരാറായി. അപ്പോൾ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കാമല്ലോന്നും കരുതി റൂമിനൊക്കെ വിട പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുവാണേ. പോകുമ്പം എല്ലാം വൃത്തിയാക്കിയിട്ടിട്ടേ പോകത്തുള്ളേ, അല്ലെങ്കിൽ വരുമ്പോഴും അതുപോലെ തന്നെ കിടക്കും അലങ്കോലമായിട്ട്. ഏട്ടൻ വരുന്നില്ല, അതുകൊണ്ട് തന്നെ. അപ്പം എൻ്റെ അച്ഛനാണ് ഞങ്ങളെ വിളിക്കാൻ വരുന്നത്. അങ്ങനെ അച്ഛനുമായിട്ട് ഞങ്ങൾ പോകുന്ന വഴി വല്ല ബേക്കറി ഉണ്ടോ എന്ന് നോക്കി നോക്കി പോവുകയാണേ. അങ്ങനെ പോകുന്ന വഴിക്ക് കടയിൽ കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചെന്നില്ലെങ്കിൽ അച്ഛനൊരു സമാധാനവും കാണത്തില്ല. അങ്ങനെ മക്കൾക്ക് ഐസ്ക്രീമും പിസ്തയൊക്കെ വാങ്ങിച്ച് കൊടുത്ത് ഞങ്ങൾ വീട്ടിലോട്ട് പോകുവാണേ. വീട്ടിൽ ചെല്ലുമ്പോൾ ഒരാൾ ഉമ്മറപ്പടിയിൽ ഇങ്ങനെ നോക്കി ഇരിക്കുന്നുണ്ടാവും. അമ്മ കുഞ്ഞുമക്കളെ നോക്കി അങ്ങനെ ഇരിക്കുമായിരുന്നേ. പിന്നെ അവരുടെ സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെ ആയേ. എത്ര സ്നേഹിച്ചിട്ട് അമ്മയ്ക്ക് മതിയാകുന്നില്ല. പിന്നെ ജാനുട്ടൻ്റെ മുടിയൊക്കെ വളർന്നെന്നൊക്കെ പറയുമായിരുന്നേ. അങ്ങനെ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച സാധനമൊക്കെ ആയിട്ട് അങ്ങനെ അപ്പൂപ്പനും മക്കളും അമ്മൂമ്മയും കൂടി അങ്ങനെ ഇരുന്നു. നമ്മളെ വീട്ടിൽ വന്ന് നമ്മുടെ ആദ്യത്തെ പണി എന്താ? അടുക്കളയിൽ കയറുക, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടോ നോക്കുക. അങ്ങനെ വരുമ്പോൾ ചിക്കൻ കറി. പിന്നെ നോക്കിയപ്പം മൾഗറിൻ്റെ ഉപ്പുമാവും ഉണ്ടായിരുന്നേ. പിന്നെ വന്ന് നോക്കിയപ്പം കുറച്ച് പപ്പായ അമ്മ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ച് ഉടനെ തന്നെ മൾഗറിൻ്റെ ഉപ്പുമാവും ചിക്കൻ കറിയും കൂട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ കഴിച്ച് പിന്നെ വന്ന് നോക്കുമ്പോൾ അപ്പൂപ്പനും അമ്മമ്മയും മക്കളും കൂടി കൊണ്ടുവന്ന ഐസ്ക്രീമും അതൊക്കെ കഴിക്കുന്നതായിട്ടുള്ള മാമാങ്കമായിരുന്നു. പിന്നെ TV വെച്ച് നോക്കുമ്പം എൽദോ എന്നെ സിനിമയിലെടുത്തടാ എന്നുള്ള മട്ടിലായിരുന്നു എൻ്റെ മനസ്സിൽ കൂടെ. എന്താണെന്ന് വെച്ചാൽ ഞാനിട്ട വീഡിയോ TV വന്ന് റീൽസ് മാറ്റി നോക്കിയപ്പം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളേ. ഇഷ്ടമായാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ.